ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് മുക്കുപണ്ടമെന്ന് പരാതി. പാലക്കാട് അമ്പലപ്പാറ സ്വദേശി മോഹൻദാസ് വാങ്ങിയ ലോക്കറ്റാണ് മുക്കുപണ്ടം. ബാങ്കിൽ പണയം വയ്ക്കാൻ പോയപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞതെന്ന് പരാതിക്കാരൻ പറഞ്ഞു. ജനം എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ മെയ് 13-നാണ് പാലക്കാട് അമ്പലപ്പാറ സ്വദേശി മോഹൻദാസ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദേവസ്വം കൗണ്ടറിൽ നിന്നും 2 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ ലോക്കറ്റ് വാങ്ങിയത്. ഇതിന് 14,200 രൂപ കൗണ്ടറിൽ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കഴിഞ്ഞ ജൂൺ 28-ന് ലോക്കറ്റ് ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ അമ്പലപ്പാറ ശാഖയിൽ പണയം വയ്ക്കാൻ ചെന്നു. ഈ സമയത്താണ് ലോക്കറ്റ് സ്വർണ്ണമല്ല മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് 2 ജ്വല്ലറികളിലും ലോക്കറ്റ് കൊണ്ടുപോയി പരിശോധിച്ചു. സംഭവം തനിക്ക് വലിയ വേദനയും മാനഹാനിയും ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി മോഹൻദാസ് പോലീസിലും ദേവസ്വം ബോർഡിലും പരാതി നൽകിയിട്ടുണ്ട്. 13/5/24 ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെല്ലുകയും 2 ഗ്രാമിൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഒരു ലോക്കറ്റ്, അതിൻ്റെ രസീതും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒറ്റപ്പാലം അർബൻ ബാങ്കിൻ്റെ ശാഖ അമ്പലപ്പാറയിലുണ്ട്. 28/6 ഞാനത് പണയം വയ്ക്കാൻ കൊണ്ട് അവരത് പരിശോധിച്ചപ്പോൾ അത് സ്വർണ്ണമല്ല എന്നും വ്യാജ സ്വർണം പണയം വയ്ക്കാൻ വന്ന ആൾ എന്നും എന്നെ അപമാനിച്ചു. ഞാൻ വളരെ ദുഃഖിതനായി, വളരെയധികം ക്ഷീണിതനായി. ഞാൻ പ്രഷറും ഷുഗറൊക്കെ ഉള്ള ആളാണ്. അലങ്കാർ ജ്വല്ലറിയിൽ കൊണ്ടുപോയിട്ട് പരിശോധിച്ചപ്പോൾ അത് വ്യാജമാണെന്ന്. വേറെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ജ്വല്ലറി ഉണ്ട്, അവിടെയും കൊണ്ടുപോയപ്പോൾ അത് വ്യാജമാണ്. 50 പൈസ പോലും ഇതിന് വില കിട്ടില്ല. 14,200 രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം DAയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ മാസം 16-ന് ചേരുന്ന ഭരണസമിതി യോഗത്തിൽ പരാതിക്കാരനോട് നേരിട്ട് ഹാജരാവാനും ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കുറ്റക്കാർക്കെതിരെ നടപടിയും തന്റെ മാനഹാനിയിൽ നഷ്ടപരിഹാരവും വേണമെന്ന നിലപാടാണ് പരാതിക്കാരൻ്റേത്. ജനം, പാലക്കാട്.